നല്ലൊരു പാട്ട് കേട്ടോ. ഇത് കുറേ നാളായി ഞാൻ ഈ പാട്ട് കേട്ടിട്ട്. സല്ലാപത്തിലെ പാട്ടാണ്, മഞ്ജു വാര്യർ അഭിനയിച്ച പാട്ട്. നന്നായിട്ട് പാടി. താങ്ക് യു. മടിച്ചിയാണല്ലേ?
ചെറുതൊന്നുമല്ല, അത് ഞാൻ വരാം. നമസ്കാരം, ഗുഡ് ഈവനിങ് ഗൾഫ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്, പേര് പറയും, ഭാഗ്യലക്ഷ്മി രാജേഷ്. നമ്മുടെ ദുബായ് നവരാത്രി സംഗീതോത്സവത്തിൽ, അത് NTV സംഗീതോത്സവത്തിൽ നമ്മുടെ ഒരു കണ്ടസ്റ്റൻ്റ് പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. അന്ന് ഇവിടെ നിന്ന് കുറച്ചൊക്കെ കരഞ്ഞു, അച്ഛൻ വഴക്ക് പറഞ്ഞു, മാറിയിരുന്ന് കരഞ്ഞു. എന്തിനാന്ന് മനസ്സിലായി, ഇപ്പം പറഞ്ഞില്ലല്ലോ, മടിച്ചാണെന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സ്കൂളിങ് കഴിഞ്ഞു, +2 കഴിഞ്ഞു അല്ലേ? +2 കഴിഞ്ഞു. ഇനി നാട്ടില് മോളാണോ ബാൻഡിൽ? നാട്ടിലല്ലായിരുന്നോ പഠിച്ചതെന്ന്? അപ്പോൾ അപ്പം നാട്ടിൽ തന്നെ ആയിരുന്നു, പഠിത്തമൊക്കെ നാട്ടിൽ തന്നെ ആയിരുന്നു. ഇടയ്ക്ക് അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. 10th മുതൽ അവിടെയായിരുന്നു. 9th വരെ ഇവിടെയായിരുന്നു. അപ്പോൾ 10th അവിടെയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? സ്കൂളൊക്കെ എൻജോയ് ചെയ്താ? അവിടെ ചെന്ന് ഈ ബാൻഡിലേക്കൊക്കെ ഇറങ്ങാനുള്ള കാരണം എന്താ? അത് സത്യം പറഞ്ഞാൽ എനിക്ക് ബാൻഡിലെ യൂണിഫോം ഇഷ്ടപ്പെട്ട കാര്യം. എനിക്കും പണ്ട് അങ്ങനെയായിരുന്നു കേട്ടോ. യൂണിഫോം കണ്ടിട്ട് അവരുടെ കയ്യിൽ ആ സ്റ്റിക്ക്, അതിനെന്താ പറയണ, ലീഡർ സ്റ്റിക്ക്. മോളായിരുന്നു അത് ലീഡ് ചെയ്തിരുന്ന മോളായിരുന്നു അല്ലേ? അപ്പം എത്രത്തോളം അതെങ്ങനെയാണ് അതിലേക്ക് വന്നതും എത്രത്തോളം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തതും ഒക്കെ ഇങ്ങനെ എല്ലാ ദിവസവും പ്രാക്ടീസ് സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു? അത് ഡിപ്പെൻസ്. ഞങ്ങൾക്ക് തുടക്കത്തിൽ ഞങ്ങളെ അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ ഈ മത്സരം എടുക്കുന്തോറും ഞങ്ങളെ ഇറക്കും. പിന്നെ അവരെ ഇറക്കാൻ അവർക്ക് താല്പര്യമില്ല, സ്കൂളുകാർക്ക് താല്പര്യമില്ല, ബട്ട് നമ്മളിങ്ങനെ കൈയും കാലും പിടിച്ച് ഇറങ്ങി. ശരി. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആ ഒരു ബാൻഡിൽ പങ്കെടുത്തത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? മീൻസ് 10ാം ക്ലാസ്സിലെ എന്തെങ്കിലും മോഡറേഷൻ മാർക്ക് കിട്ടാന്നൊക്കെ പറയത്തില്ല? ഗ്രേസ് മാർക്ക് കിട്ടാന്ന് പറയത്തില്ല അല്ലേ? എങ്ങടാ പോന്നെ? സ്കൂളിലേക്ക് പോകണോ? അവിടെ നിൽക്കേ. ഗ്രേസ് മാർക്കും ഉണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അതും പിന്നെ ഒരു ഇഷ്ടത്തിൽ അങ്ങ് ചെയ്തു. എനിക്കും ഇഷ്ടമാണ്, നല്ല രസമല്ല അതിന്റെ ഒരു ഋതവും അല്ലേ? നല്ല ഭംഗിയാണ് കാണാനും. അത് ഒരേ ഇങ്ങനെ അറ്റൻഷനോട് കൂടി ചെയ്യണ്ടേ? ഭയങ്കര അറ്റൻഷൻ, കീനായിട്ട് നിന്ന് ചെയ്യണം അല്ലേ? എത്ര പേരാ ഒരു ബാൻഡിലുണ്ടായിരുന്നു? 20 പേരുണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ വിളിക്കാറുണ്ടോ ഇപ്പൊ? അവരൊക്കെ ഇപ്പൊ പല ഇടത്തോട്ടൊക്കെ മാറിക്കാണും അല്ലേ? ശരി. എനിവേ, എന്തായാലും ഇനിയിപ്പം അടുത്തത് എന്തിനാ? നഴ്സിംഗിന് തുടക്കമാണോ? തുടക്കമാണ്. മീൻസ് തുടങ്ങിയിട്ടില്ല, ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പം നഴ്സിംഗ് എന്താണ് എടുക്കാൻ കാരണം? അത് നമുക്ക് അടുത്ത പാട്ട് കഴിഞ്ഞിട്ട് ചോദിക്കാം. എല്ലാം ഒറ്റയടിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രസമില്ലല്ലോ, കൊച്ചിനെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? എന്തിനാ ഈ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചവിട്ടി നിന്ന് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പിന്നെ പക്ഷെ അത് അങ്ങനെ, ഞാൻ എപ്പോഴും പറയും, ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ കാലിട്ടാട്ടും. അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര എന്താണ്, നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. നമ്മളുടെ കോൺസെൻട്രേഷൻ പോകും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാലാട്ടിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഞാൻ പറയും, കാലാട്ടിലൊന്ന് നിർത്തുമോ പ്ലീസ് എന്ന് പറയും. നമ്മുടെ ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷന് കാരണമാകും. അപ്പം നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും അപ്പോഴാണെങ്കിലും നമ്മൾ പറഞ്ഞു തരുന്നേ ഉള്ളൂ കേട്ടോ, അതിന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ സ്റ്റഡി ആയിട്ട് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഒരു തവണ ചെയ്ത് 2 തവണ ചെയ്യുമ്പോൾ അതങ്ങനെ ശീലമാകും. മനസ്സിലായോ? അപ്പോൾ ഇനി എപ്പോഴും കാലൊന്ന് എടുക്കുമ്പോൾ ആൻറ്റി ഓർക്കണം കേട്ടോ. അടുത്ത പാട്ടിലേക്ക് പോകാം. ഏതാണ്? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കാം. താഴെ കാണുന്ന നമ്പറിലേക്ക് 05880413110, 05852313110. ഞങ്ങളുടെ കൊച്ചാണ്. അപ്പം നമ്മുടെയൊക്കെ അറിയാവുന്ന മങ്കമ്പ് രാജേഷ് സാറിൻ്റെ മകളാണ്. അപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പം അടുത്ത പാട്ട് ഏതാ? കിളികൾ പാടും ഒരു ഗാനം. പോകാം. ശരി. കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം, മാമലകളിൽ പുഴയിൽ പൂക്കളിൽ പുലരി വീണ മീട്ടിയുണരും ഗാനം. കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം, മാമലകളിൽ പുഴയിൽ പൂക്കളിൽ പുലരി വീണ മീട്ടിയുണരും ഗാനം. കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം.
പൊതിയൂ. കിളികൾ പാടും ഒരു ഗാനം, പാലരുവി മൂളും ഒരു ഗാനം, മാമലകളിൽ പുഴയിൽ പൂക്കളിൽ പുലരി വീണമീട്ടിയുണരും ഗാനം. കിളികൾ പാടും ഒരു ഗാനം, പാലരുവി മൂളും ഒരു ഗാനം. വേലയും പൂരവും കൊടിയേറും ആകാശക്കാവിൽ, മാരിവിൽ പീലികൾ കുടമാറിയാടുന്നു ചേലിൽ. ഈ കറുകതൻ കതിരിലും കരളിലും കവിത മിന്നുന്നുവോ, നീരോളം ഒരു തീരാത്തവർ ചൊല്ലുന്നു കാതിൽ, മതി വരാത്ത പോലെ. കിളികൾ പാടും ഒരു ഗാനം, പാലരുവി മൂളും ഒരു ഗാനം, മാമലകളിൽ പുഴയിൽ പൂക്കളിൽ പുലരി വീണമീട്ടിയുണരും ഗാനം. കിളികൾ പാടും ഒരു ഗാനം, പാലരുവി മൂളും ഒരു ഗാനം. സോങ് സെലക്ഷൻ ഒക്കെ ആരാ? ഈ സോങ് ഞാൻ സെലക്ട് ചെയ്തത്. ഇത് ഏത് സിനിമയാ? ഇത് സിനിമ ഞാൻ നോക്കിയില്ല, അത് പറഞ്ഞാൽ പറ്റത്തില്ല, പറഞ്ഞിട്ട് പോയാൽ മതി. സിനിമ നോക്കി ജസ്റ്റ് പാട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചു. അത് ഇഷ്ടപ്പെട്ടു. ഒരു ഒരു പെപ്പി സോങ് പോലാണ്, പക്ഷേ അതിനകത്ത് നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. പക്ഷേ കയറ്റിയിറക്കങ്ങൾ ഒരുപാടുണ്ട്. നന്നായിട്ട് പാടി മോള് കേട്ടോ, എൻജോയ് ചെയ്ത് പാടി മോള്, ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്ത് പാടി. പിന്നെ കർണാടക സംഗീതമൊക്കെ എവിടം വരെ ആയി? അത് ഒരു വഴിക്കൂടെ ഇങ്ങനെ അതൊരു വഴിക്കായെന്നാണോ പറയുന്നത്? അത് സാധാരണ ചോദിക്കും അതൊരു വഴിക്കായോ എന്ന് ചോദിക്കും. ഇതൊരു വഴി കൂടെ പോകുന്നുണ്ടെന്ന്. ഏത് വഴി കൂടെ പോയത്? അത് ഉണ്ട്, പഠിക്കുന്നുണ്ട്. അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? അങ്ങനെയില്ല, കുഴപ്പമില്ല. ഞാൻ കണ്ടു എന്നോടത് കരയുന്നത്. അച്ഛൻ എന്തോ ഒന്ന് ചെറുതായിട്ടൊന്ന് ശാസിച്ചു. അത് അച്ഛൻ പറഞ്ഞതല്ല, അത് എനിക്ക് അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷെ അച്ഛൻ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഗുരു അല്ലേ, അച്ഛൻ ഗുരുവും കൂടെ അല്ലേ. അപ്പം എന്താണ് മൂവി ഏതാണെന്നറിയോ? സ്വപ്ന സഞ്ചാരി. ഓക്കെ, ഇനി മറക്കത്തില്ല അല്ലേ? അപ്പം പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, എവിടം വരെ എത്തി കർണാടക സംഗീതം? ഇപ്പോൾ എവിടെ? കർണാടക സംഗീത കീർത്തനമൊക്കെ ആയി, ഇപ്പോഴും പഠിച്ചിട്ട് ഇനിയും പഠിക്കാനുണ്ട് കുറെ. അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ നഴ്സിങ്ങിനൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് പഠിക്കുന്നത്? ഓൺലൈൻ എടുക്കുമോ? അതിന്റെ സംവിധാനം ഞാൻ അവിടെ ചെന്നിട്ട് അറിയാം. അവിടെ ചെല്ലുമ്പോൾ പറയാം അച്ഛാ എനിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്, ഇന്ന് ലാബ് ഉണ്ട്, ഇതൊക്കെ പറയും അല്ലേ? അങ്ങനെ അമ്മ ചിലപ്പോൾ എനിക്ക് ഓഫ്ലൈൻ ആക്കി തരും അവിടെ ചെന്നൈ തന്നെ. ഓഫ്ലൈൻ ആക്കി തരും. അച്ഛൻ്റെ അടുത്ത് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പറയും അച്ഛൻ എനിക്കിന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ, ഇന്ന് എക്സ്ട്രാ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഇന്ന് മ്യൂസിക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. മോളെ മ്യൂസിക് കളയണ്ട കേട്ടോ, മ്യൂസിക് പഠിക്കണം. കാര്യം മോൾക്ക് എന്നൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പഠിപ്പിക്കാൻ കൂടെ ഉണ്ട് അല്ലേ, ഫുൾ ടൈം ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്നു ഇത്രയും നാൾ. അപ്പം അവിടെ പോയാലും ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുത്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കാം. ഞാനൊക്കെ ഭയങ്കര മടിച്ചായി. എൻ്റെ മാഷ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നെ. ഇനി പറയും അനുജ് എല്ലാവരും ഉപദേശിക്കുന്നുണ്ട്, പക്ഷെ അനുജ് എന്താ ചെയ്യുന്നത് ചോദിക്കും. അപ്പം അപ്പം കർണാടക സംഗീതം കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിക്കുക. അതേപോലെ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാറുണ്ടോ? ക്ലാസിക്കലാണോ? രണ്ടും, ബോത്ത്? ഇല്ല, കോമ്പറ്റീഷൻ അതെന്താ മടിയാണോ? അത് മടിയല്ല, അത് അതിലോട്ട് എന്നെ അച്ഛൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യത്തില്ല. അതിനേക്കാളും അങ്ങനെയല്ല മോനെ, അങ്ങനെയല്ല മോനെ. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നമുക്ക് കോൺഫിഡൻസ്, നമ്മൾ ഒരു പാട്ടെടുത്ത് പാടുക, കോമ്പറ്റീഷനൊക്കെ പോയി പാടുക. പക്ഷെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ് നമുക്ക് പേടിയില്ലാതെ സ്റ്റേജ് ഫ്രൈറ്റ് കൂടാതെ നിന്ന് പാടാൻ പറ്റുന്നത്. നമ്മൾ എത്രത്തോളം ഒതുങ്ങി ഉള്ളിലേക്ക് വലിയുന്നു അത്രത്തോളം നമ്മൾ അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പം കോമ്പറ്റീഷൻ പോകും, അതിന് പ്രൈസ് കിട്ടുന്നു എന്നുള്ളതല്ല കാര്യം, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം പഠിക്കുന്ന പാട്ട്, അതായത് ഒരു കോമ്പറ്റീഷൻ, ഇപ്പോൾ ലൈറ്റ് മ്യൂസിക് ആണെങ്കിൽ ആ പഠിക്കുന്ന പാട്ട് നന്നായിട്ട് പാടുക, പോയി പ്രസൻറ്റ് ചെയ്യുക. പ്രൈസ് കിട്ടുമോ ഇല്ലയോ, എപ്പോഴെങ്കിലും ഒരിക്കലും നമ്മൾ വിന്നറാവും.
മനസ്സിലായോ? അപ്പം ഇനിയിപ്പം നഴ്സിങ്ങിന് പോകുമ്പോഴും കോളേജിലൊക്കെ ഫങ്ഷൻസിനൊക്കെ പാടണം കേട്ടോ, പാട്ട് നിർത്തരുത്. ഓക്കെ, മോള് നന്നായിട്ട് പാടി. അടുത്ത പാട്ട് ഏതാണ്? അടുത്തത് വരമഞ്ചനാടിയ. ശരി. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളിയുറങ്ങി. നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൽ വിരഹമെന്നാരോ മയങ്ങി. പുലരിത ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനിനീർമലരാക്കി. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ. മുടിയിഴ കോതിയ കാറ്റൻ മൊഴിയിൽ മധുവായി മാറിയതാരേ. അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ. നിനവുകളെഴുതിയതാരേ. അവളെ തരളിതയാക്കിയതാരേ. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൽ വിരഹമെന്നാരോ മയങ്ങി. തോന്നൊരു സായന്തനത്തിൽ മഴയായി ചാരിയതാരേ. ദളമർമരം നേത്ത ചെല്ലകൾക്കുള്ളിൽ കുയിലായി മാറിയതാരേ. അവളുടെ കവിളിൽ തൊടുവിരലാലെ കവിതകളെഴുതിയതാരേ. മുകുളിതയാക്കിയതാരേ. അവളെ പ്രണയിനിയാക്കിയതാരേ. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു
ഒരു തുള്ളി ഉറങ്ങി. നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൽ വിരഹമെന്നാരോ മയങ്ങി. പുലരിത ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനിനീർ മലരാക്കി. ഹൈലോട്ട് പോകുമ്പോഴൊക്കെ നല്ല സ്മൂത്തായിട്ട് നല്ല ഈസി ആയിട്ട് പോകുന്നുണ്ട്. നല്ല രസമുണ്ട് മേളത്തെ ഇത് നോട്ടൊക്കെ പാടുമ്പോൾ നല്ല രസമുണ്ട്, നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. കോളുണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിങ് ഗൾഫിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, രാജേഷാണ്. ആരാണ്? ഒരു ചെറുപ്പക്കാരൻ്റെ സൗണ്ട് പോലെ കേട്ടോ, അതുകൊണ്ട് ചോദിച്ചതാ. ഒത്തിരി ചെറുപ്പക്കാരനൊന്നുമില്ല, ഒത്തിരി പ്രായമൊക്കെ ആയി. ഇവിടെ ഒരാളൊരു കംപ്ലൈന്റ് പറഞ്ഞു കേട്ടോ മാഷേ, അച്ഛൻ കോമ്പറ്റീഷൻ ഒന്നും ഇടത്തില്ലെന്ന്. ഇപ്പൊ പറയണം, കോടതി മുമ്പാകെ NDBയുടെ കോടതി മുമ്പാകെ സത്യം ബോധിപ്പിക്കണം. ഞാന് ക്ലാസ്സിൽ പോയിരിക്കുകയാണ്, അപ്പൊ അറിഞ്ഞില്ല. അപ്പം ഇവളിങ്ങനെ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ ഒക്കെ അങ്ങനെ പോകാറുണ്ട്. പിന്നെ നമ്മളങ്ങനെ എൻകറേജ് ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതെന്താ മാഷേ? ഇഷ്ടമുണ്ടെ പോട്ടെ. യുവർ ഓണർ എന്താണ്? എല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മ്യൂസിക്, പാട്ടും ലൈറ്റ് മ്യൂസിക്കും എല്ലാം അറിയാം, ആൾക്കറിയാം. അവർക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അവള് പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയാണ്. എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാം പഠിപ്പിക്കാതൊന്നും ഇല്ല. അച്ഛൻ അങ്ങനെ പറയാറില്ല. ഞാൻ പറഞ്ഞു മോളെ, അച്ഛൻ അങ്ങനെ പലതും പറയും. അച്ഛൻ പറയുന്ന ആ ഒരു കാര്യം മാത്രം അനുസരിക്കരുത്, ബാക്കി എല്ലാം അനുസരിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. കോമ്പറ്റീഷന് പോവുക, പാടുക, എന്നാലും ആ കോൺഫിഡൻസ് വരും. നിങ്ങളെല്ലാരും കൂടെ കൂടി പറയൂ, അപ്പൊ അവള് കേൾക്കും. അതെ അതെ, ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു പ്രൈസ് ഒന്നും നോക്കണ്ട, പോവുക, പാടുക, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് വേണ്ടത്. നല്ല കാര്യം, അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണ്ടേ. അതെ, സമ്മാനമൊക്കെ പിന്നീട് വന്നോളും, പതുക്കെ പതുക്കെ വന്നോളൂ അല്ലേ. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാണ്. സ്റ്റേജ് ഫ്രൈറ്റ് കൂടാതെ ഒരു പാട്ട് പാടാനും 10 പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനും ഒക്കെ ഇതെല്ലാം ഒരു കഴിവാണ് അല്ലേ. ഈ പാട്ട് പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാത്തിനും എല്ലാം വരും, നമുക്ക് എല്ലാവരും ഒരുമിച്ച് വരും. ബസ് പിടിച്ച് വരും അല്ലേ മാഷേ? അതെ. പിന്നെ ചാനലിലൊക്കെ ഇതേപോലെ വന്നിരുന്ന് പാടാനൊക്കെ ധൈര്യം കിട്ടുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ അവസരങ്ങൾ തരുന്നത് കൊണ്ട് ഒക്കെ അല്ലേ. അതുകൊണ്ട് പിള്ളേർക്കൊക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, പിള്ളേർക്കൊക്കെ ഒരു വലിയൊരു കരുതലുമാണത്. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലേ, എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, ഒരു 4 പേര് പോരട്ടെ. എന്നോട് പാടാൻ മാത്രം പറയല്ല, ഞാൻ പുറത്താ. വണ്ടിയിലല്ലേ, കുഴപ്പമില്ല. റോഡിൽ പുറത്തിറങ്ങി, മനഃപൂർവ്വം കാറിന് പുറത്തിറങ്ങി നിന്നിട്ട് വിളിക്കുകയാണ് കേട്ടോ. ആൾക്കാര് വിചാരിക്കേ, നമ്മള് വിചാരിക്കും റോഡിൽ നിന്നൊക്കെ പാടിയാൽ അപൂഷകരക്കാർ ഓടിക്കന്നെ. അതൊന്നുമില്ല, മഴ പെയ്യട്ടെ, പോരട്ടെ. കുഴപ്പമില്ല. എനിക്ക് പറയാം, അവള് മോള് തന്നെ പാടിക്കല്ലോ. അവളോട് പറയും ഒരു ലൈറ്റ് മ്യൂസിക്കിന്റെ ഒരു 4 പേര് പാടാൻ പറയും. മ്യൂസിക്കൊക്കെ അറിയാം. എങ്ങനെ മനസ്സിലായി? ഞാൻ അടുത്ത് ഇങ്ങനെ ചോദിക്കാനായിട്ടിരിക്കുവായിരുന്നു. ചോദിക്കും, അത് പാടുന്ന അറിയാം. വേറെ എനിക്ക് തോന്നുന്ന 2-3 ലൈറ്റ് മ്യൂസിക് അറിയാം. ഒന്ന് ചോദിക്കും, ഏതെങ്കിലും ഒന്ന് പാടാൻ പറയാം. 4 പേര് പാടാൻ പറഞ്ഞാൽ മതിയല്ലോ. അച്ഛന് വേണ്ടി ഒന്ന് പാടി കൊടുത്തേ. അത് തന്നെ, അച്ഛൻ ഹോൾഡ് ചെയ്തോളൂ. അച്ഛാ പാര വെക്കണോ അച്ഛാന്നായിരിക്കും. പാട് പാട്. കൃഷ്ണവർണ്ണം മായുകയാണോ രാധേ, നീയും മറയുകയാണോ? സൂര്യനുണരും മുൻപേ എനിക്ക് പതിവുള്ള കൃഷ്ണ തുളസി കതിരുമെന്നെവിടെ രാധേ രാധേ. കൃഷ്ണവർണ്ണം മായുകയാണോ രാധേ, നീയും മറയുകയാണോ? സൂര്യനുണരും മുൻപേ എനിക്ക്, സൂര്യനുണരും മുൻപേ എനിക്ക് പതിവുള്ള കൃഷ്ണ തുളസി കതിരുവൻ നീവിടെ രാധേ രാധേ. അമ്പാടി തന്നിലെ ബാലഗോപാലന്മാർ, ബാക്കി ഞാൻ മറന്നുപോയി. അച്ഛാ അത് മതി, അത്രയും കൂടി പോയതല്ലേ. അത് ശരി. അല്ലല്ല, നല്ല രസമാണ് അത് കേൾക്കാൻ കേട്ടോ.
അല്ല ഇപ്പൊ എനിക്കത് ട്രാക്ക് അതാണ്. അതെ ട്രാക്ക് ഇടാതെ പാടിയപ്പോ ഉണ്ട് ആ വോയിസ് നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അനുജാജി ഇതൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണല്ലോ പിള്ളേർക്ക് ഒരു ഗട്ട്സ് ഉണ്ടാവുന്നത്. അത് നല്ലൊരു കാര്യമാണ് ഇങ്ങനെ സ്പോട്ടിൽ പറയുമ്പോൾ പാടുന്നത്. അതെ അതെ. പിന്നെ കുറച്ച് ശ്രദ്ധിക്കാനുള്ളത് കുറച്ച് ക്ലാരിറ്റി, വേർഡ്സിന്റെ ക്ലാരിറ്റി അല്ലേ മാഷ? ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? അത് കറക്റ്റ് ആണ്. അത് ഇവിടെ ജീവിച്ചു അതാണ് അത് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. അത് അവരെങ്ങനെ എന്നുവെച്ചാല് അവര് പാടുന്ന ഒരു നമ്മള് ട്യൂൺ പഠിക്കുന്നത് പോലെ തന്നെ അവർ ഉച്ചാരണം അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞോണ്ടിരിക്കായിരുന്നു, മോളോട് പറയായിരുന്നു, മോള് ഹൈലോട്ട് പോകുന്ന നോട്ടൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമുണ്ട് കേൾക്കാൻ. പക്ഷെ ഈ പറഞ്ഞ ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലാണ്. ഇതിന്റെ വാല്യൂ അറിയില്ല. നമ്മള് പറഞ്ഞ ഇഷ്ടമാവണമെന്നില്ലല്ലോ. എന്തായാലും വളരെ സന്തോഷം. ഗംഭീരമായിട്ട് നടക്കട്ടെ, പരിപാടികളൊക്കെ നടക്കട്ടെ. ശരി, താങ്ക് യു സോ മച്ച്. ശരി. ഓക്കെ, അടുത്ത പാട്ടിലോട്ട് പോയാലോ? ഏതാണ്? ഇനി അതിനു മുമ്പ് അച്ഛൻ പഠിപ്പിച്ച കീർത്തനങ്ങളിൽ 4 വരി മതി. ഏത് രാഗമാണ് നമുക്ക് ഇഷ്ടം? എനിക്കിഷ്ടം, എനിക്ക് പൊതുവെ എനിക്കെല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. എന്തായാലും അച്ഛൻ പഠിപ്പിച്ചതിനകത്ത് ഒരു ഏതെങ്കിലും ഒരു കൃതി 4 വരി പാടിക്കാം. അച്ഛൻ പാടുന്നതല്ലാതെ അല്ല, മോൾക്ക് ഇഷ്ടമുള്ളത് പാടിയാൽ മതി. ഓക്കെ. അച്ഛനായിരിക്കുമല്ലോ പഠിപ്പിച്ചത്, ഓഫ് കോഴ്സ്. ശങ്കരി നിന്നെ ശങ്കരി നിന്നെ ശങ്കരി നിന്നെ ഈക ചാലനം മീതേനെ ശങ്കരി നിന്നെ ഈക ചാലനം മീതേനെ ശങ്കരി നിന്നെ ഈക ചാലനം മീതേനെ ശങ്കരി നിന്നെ അത് കറക്റ്റാണ് കേട്ടോ. മോള് കർണാട്ടിക് നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ അത് കളയരുത്, തുടർന്നും പഠിക്കുക. കാര്യം മോള് എവിടെയെങ്കിലും എത്തും. കാര്യം കർണാട്ടിക് പാടുമ്പം അറിയാൻ മനസ്സിലാവും, അതിനകത്ത് അഗമകങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്ന് വീഴുന്നുണ്ട്, ആകാരങ്ങളും. അപ്പം പ്രാക്ടീസ് മുടക്കരുത് കേട്ടോ. അവിടെ പോയാലും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇപ്പം ചില കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് പോവാണ്, കൂടെ പഠിത്തമുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇതൊന്നും വിടാതെ സൂക്ഷിക്കുക കേട്ടോ. കാര്യം നിങ്ങളുടെ സമയം നിങ്ങളുടേത് മാത്രമാണ്, നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, പഠിക്കുക. ഞങ്ങളൊക്കെ ആ സമയങ്ങളൊന്നും യൂസ് ചെയ്തില്ല. അതിൻ്റെ ഒരു കുറ്റബോധം കൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത്, മനസ്സിലായോ? അന്നൊന്നും ഈ മ്യൂസിക്കിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോഴാണ് കണ്ടിട്ടില്ലേ ഓരോ റിയാലിറ്റി ഷോസിലൊക്കെ കുട്ടികൾ പോയി പാടുന്ന ഒരുപാട് കുട്ടികൾ വരുന്നുണ്ടല്ലേ, വരുന്നുണ്ട് പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു കഴിവ് വാർത്തെടുക്കുക ഇനി. ഓക്കെ, അടുത്ത പാട്ടിലേക്ക് പോകാം. ഏതാണ്? ഓക്കെ. തലയരുവികളെ മുകൾ കുഴത്തിടും മല മുകൾകളെ കൊടി പിടിത്തിടും നെടുമരച്ചെരുവേ പനിയുണർത്തിടും ചെറുമലത്തുള്ളിയേ
காலமே உனதில் மகிழ்ந்தான் வலவென் நிலமே எனதரசயம் நீ வலதில சிறுபே எனதுயிரடியோ உனதில் வனபே எனக்கினிதடியோ உனதன கையிலே மனம் சிறுத்திடுதே உன் வழி நடந்தால் உயிர் மலர்ந்திடதே உன் மடி கிடந்தால் தவி தவிக்கிறதே நினைவழிந்திடதே அகநக அகநக முகநகையே ஓ முகநக முகநக முருநகையே ஓ முருநக முருநக தருநகையே ஓ தருநக தருநக வருணனையே யாரது யாரது புன்னகை கோர்ப்பது யாவிலும் யாவிலும் என் மனம் சேர்ப்பது யாரது யாரது புன்னகை கோர்ப்பது யாவிலும் யாவிலும் என் மனம் சேர்ப்பது. തമിഴാണോ അത്? ഇതിന് മീനിങ് അറിയോ? മീനിങ് അങ്ങനെ അറിയത്തില്ല. അകനക എന്ന് വെച്ചാൽ ഓ ബ്യൂട്ടി എന്ന് പറയുന്നത്. അകന്നക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? ആ. രണ്ടാമത്തെ മുഖന്നക എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? അതെങ്ങനെ മനസ്സിലായി അകന്നക ബ്യൂട്ടിയാണെന്ന്? ട്രാൻസ്ലേഷൻ നോക്കിയാൽ നോക്കി. അപ്പം എന്തുകൊണ്ട് മുഖന്നക നോക്കിയില്ല? അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു കിട്ടും. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഓർമ്മ വന്നതാ. അകന്നക. ഓക്കെ. അങ്ങനെയൊക്കെ പറയല്ലേ ഓ ബ്യൂട്ടിന്ന്. അപ്പം എന്നെ മുഖത്ത് നോക്കി പറഞ്ഞുകൂടായിരുന്നോ? പക്ഷേ മോളെടുത്ത പാട്ട്, ഈ പാട്ടുണ്ട്, നല്ല ടഫാണ് അതെ. അല്ലേ? അത് ഈ പറഞ്ഞ ഒരു വഴിക്ക് ഇങ്ങനെ വെറുതെ പല വഴിയിലൂടെ പോണത്. പക്ഷേ പാടി കേട്ടോ. അത് ആ ഒരു സോങ് സെമി ക്ലാസിക്കൽ ടച്ചുള്ളൊരു സോങ്ങാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. എനിവേ ഇനി 2 സോങ് കൂടെ ഉണ്ട് അല്ലേ? എന്നിട്ടോ ഞാൻ 5 സോങ്ങേ ഉള്ളൂ. 5 സോങ്ങേ ഉള്ളെന്നല്ലേ പറഞ്ഞു? മൊത്തം എത്ര സോങ് ഉണ്ട്? ഇപ്പം 4 എണ്ണം പാടി. ഇനി എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം കൂടെ. ഒന്നേ ഉള്ളോ? 3 പാട്ട് അവിടെ കിടപ്പുണ്ട് ഇനി. അപ്പൊ 2 എണ്ണം. ഇനി ഏതൊക്കെ പാട്ടപ്പോ? ഇനി അവ മുൻപേവായും പിന്നെ കാത്തിരുന്നു. അപ്പൊ 4+2 എത്ര? 4+2 ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാനും 4+2 എത്ര? 5. ഞാൻ വന്നപ്പോ ചോദിച്ചു എത്ര പാട്ടുണ്ട്? 5 പാട്ട്. 5 പാട്ടേ ഉള്ളൂ? 5 പാട്ടേ ഉള്ളൂ. ഇപ്പൊ ഞാൻ അവിടെ ചോദിച്ചപ്പോ പറഞ്ഞു അത് 2-3 കൂടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. സ്പെയർ ഇട്ടതാണ്. ഓക്കെ. എനിവേ അടുത്ത പാട്ട് ഏതാ? മുൻപേവ. തമിഴ്.
നന്നായിട്ട് പാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾ അത്രയും ഓപ്പൺ ത്രോട്ടിൽ പാടിയതുകൊണ്ടാണ്. ഇതുവരെ പാടിയ പാടി കുറച്ചൊക്കെ ഒതുക്കി പാടിയതുകൊണ്ട് പാടി. പക്ഷേ അതിലൊക്കെ മേലെ നിന്നത് കേട്ടോ. എന്നുവെച്ചാൽ മോൾക്ക് അങ്ങനെ ഒന്ന് പഠിക്കണം ഇനി ഓപ്പൺ ത്രോട്ടിൽ. ഈ പാട്ട് മോളുടെ ഒരു സിഗ്നേച്ചർ സോങ്ങാണ്. കാര്യം ഇത് എവിടെ വേണം ധൈര്യമായിട്ട് പാടാം. അത്ര നന്നായിട്ട് പാടി കേട്ടോ. ആ ഒരു ടേക്ക് ഓഫ് ആയിരുന്നു. ആ പല്ലവിയൊക്കെ അടിപൊളിയായിട്ട് പാടി, നന്നായിട്ട് പാടി. അത് ആ തുറന്ന് പാടിയതിൻ്റെ അത് എനിക്ക് തോന്നുന്നു എപ്പിസോഡ് തീരാറായപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ ടെൻഷനൊക്കെ പോയെന്ന് തോന്നുന്നു. നന്നായിട്ട് ഓപ്പണായിട്ട് പാടിയത് കേട്ടോ ശരിക്കും. എന്ന് വെച്ചാൽ മോളുടെ ആ ഒരു ഫുൾ ടാലൻറ്റ് പുറത്തു വന്നു. എന്ന് വെച്ചാൽ ആ ഒരു വോയിസിൻ്റെ ക്ലാരിറ്റിയും എല്ലാം കൂടെ ചേർന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു. മോള് കുറച്ച് തമിഴ് പാട്ടുകൾ കൂടുതൽ പഠിച്ചോ? മേ ബി മോൾക്ക് തമിഴ് കുറച്ചുകൂടെ സ്യൂട്ടാവും. ആ എളുപ്പമാണ്. പിന്നെ ഓഫ് കോഴ്സ് മേളിലാണ് മോളുടെ ഒരു ബലം. ഹൈ നോട്ട്സ് കേട്ടോ. താഴെയുള്ളതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഹൈ നോട്ട്സിലാണ് മോളുടെ നന്നായിട്ട് പാടി ഫലിപ്പിക്കാൻ പറ്റുന്നത് കേട്ടോ. ഇനി സോങ് സെലക്ട് ചെയ്യുമ്പോൾ മീൻസ് ഞാൻ പറയുന്നത് കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ എല്ലാ പാട്ടും പഠിക്കണം. പക്ഷേ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ കുറച്ച് ആ ലെവലിലുള്ള പാട്ടുകൾ സെലക്ട് ചെയ്ത് കുറേ പാട്ടുകൾ കേൾക്കുക. എന്നിട്ട് അതിനകത്ത് സെലക്ട് ചെയ്തിട്ട് ഇതെനിക്ക് പാടിയാൽ എങ്ങനെയിരിക്കുന്നു പാടി നോക്കുക. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തകർത്ത് പാടിക്കോണം. നന്നായിട്ട് പാടി, എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അടുത്ത പാട്ടിലേക്ക് പോയാലോ? അപ്പം 52 ഫൈനൽ സോങ്ങിലേക്ക് പോകാം. അപ്പം മോള് നഴ്സിങ്ങിനൊക്കെ പോയിട്ട് നന്നായിട്ട് പഠിക്കുക, കൂടെ സംഗീതം കൊണ്ടുപോവുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾക്ക് കുറേയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പറഞ്ഞിരുന്നു കേട്ടോ. നമ്മളൊക്കെ പഠിക്കാനുള്ള പ്രായത്തിൽ പാട്ടൊന്നും മര്യാദയ്ക്ക് പഠിച്ചില്ല. അതിൻ്റെയൊക്കെ വിഷമം ഇപ്പോഴും ഉണ്ട്. അപ്പം പാട്ട് വിടാതിരിക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇടയ്ക്കൊക്കെ ഞങ്ങളെയൊക്കെ ഓർക്കണം. ഇനി വരുമ്പോൾ ഇങ്ങോട്ട് വരിക. അപ്പോൾ എല്ലാവരോടും അന്വേഷണം പറയുക കേട്ടോ. അപ്പം നന്നായിട്ട് വരട്ടെ, ഒരുപാട് ഹൈറ്റ്സിലേക്ക് വരട്ടെ. ഞങ്ങൾ ഫൈനൽ സോങ്ങിലേക്ക് പോവുകയാണ്. നാളെ കാണാം വീണ്ടും 6-7 മറ്റൊരു അതിഥിയുമായിട്ട് നിങ്ങളോടൊപ്പം പോകാം. ഏത് പാട്ടാ? കാത്തിരുന്ന്. ഓക്കെ, ഇത് ഏതായിരുന്നു? മൊയ്തീൻ. കാത്തിരുന്ന് പുഴമെലിഞ്ഞു കടപൊഴിഞ്ഞു കാലവും കടന്നുപോയി വേനലിൽ ദളങ്ങൾ പോൽ വളകളൂർന്നു പോയി ഓർത്തിരുന്നു നിഴലു പോലെ ചിറകൊടിഞ്ഞു കാറ്റിലാടി നാളമായി നൂലുപോലെ നീർത്തുപോയി ചിരി മറന്നുപോയി ഓരോ നേരം തോറും നീളും യാമം തോറും നിന്നെ ഓർമ്മയാലെറിഞ്ഞിടുന്നു ഞാൻ ഓരോരോ മാറിക്കാരും നിന്റെ മൗനം പോലെ എനിക്കായി പെയ്യുമെന്നു കാത്തു ഞാൻ മഴ മാറി വെയിലായി ദിനമേറെ കൊഴിയുന്നു തെന്നി കണ്ണിൽ മായും നിന്നെ കാണാൻ എന്നും കാത്തിരുന്നു പുഴമെലിഞ്ഞു കടപൊഴിഞ്ഞു കാലവും കടന്നുപോയി വേനലിൽ ദളങ്ങൾ പോൽ വളകളൂർന്നു പോയി
പുഴമേലിൻ